ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ഇങ്ങനെ ഡ്രസ്സിൻ്റെ വീഡിയോ മാത്രമാണ് കാണിക്കുന്നത്. അതിനകത്ത് നിങ്ങളോട് കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകുക എന്നുള്ളതാണ് കേട്ടോ. ഡ്രസ്സിനെ കുറിച്ചോ നമ്മുടെ മെറ്റീരിയലിനെ ഐറ്റംസിനെ കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം കൂട്ടുകാർ ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെ ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. ഞാനൊരു ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടും കുറേ ആൾ വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാതെ എന്നുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇതിനകത്തിൽ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ മാത്രമേ നിങ്ങൾ മെസ്സേജ് അയക്കാവുള്ളൂ. ആദ്യം ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് മൂന്നാമത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്പർ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് നമ്പറിലും മെസ്സേജ് വരുന്ന കാരണം എനിക്ക് രണ്ടും നോക്കാൻ പറ്റുന്നില്ല. ഒരു ഫോണേ എൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളെ മെസ്സേജിന് മറുപടി തരാത്ത കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് പിന്നെ ഒരു നൈറ്റിയുടെ ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പം വലിയ ആളായിന്നൊക്കെ തോന്നരുത്. കാരണം ഞാൻ മുമ്പേ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ആദ്യം ബ്ലോഗായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും അറിയാം, ഞാനൊരു 2500-2500ഓളം വീഡിയോയിലൊക്കെ പോയതാണ്. ആ സമയത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പഴയ നമ്പറാണ് അന്ന് ഉണ്ടായത്. ആ നമ്പറിൽ പോലും എന്നെ വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഞാൻ എല്ലാവരോടും സംസാരിക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴാണോ തിരക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വിളിച്ചവർക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ടി. പക്ഷെ അല്ല കേട്ടോ, ഇപ്പൊ ചെറിയൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ തന്നെയല്ലേ. രാത്രിയിലാവുമ്പില്ലേ ഒന്ന് കിടക്കാണ്ട് അതെങ്ങനെയാ ഒന്ന് ഉറങ്ങണ്ടേ എന്നുള്ളൊരു ചിന്തയാണ്. കാരണം തീരെ വയ്യാതാവും, നല്ല ടയേർഡായിരിക്കും നമ്മൾ രാത്രി ആകുമ്പോഴത്തേനും. പിന്നെ ഒന്നാമത് വീട്ടിലെ പണികളും നമുക്ക് അതിനിടയ്ക്ക് ഇതൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ഇത്രയൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷെ അത് നമ്മളുടെ ഒരു വരുമാന മാർഗ്ഗമല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ വെച്ചിട്ട് ഞാനിത് ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇതിനകത്തോട്ട് ഞാൻ ഇറങ്ങിയത്. മുമ്പേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. പക്ഷെ അത് ഇപ്പോഴാണ് കേട്ടോ തുടങ്ങിയതും സക്സസ് ആയതും ഒക്കെ. എപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ച അതിനുള്ള മറുപടി പോലെ തന്നെ ഞാൻ പറയാം. എല്ലാവരും എന്നോട് ചോദിച്ചത് ഞാൻ സക്സസ് ആവുമോ, എന്താണ് ചെയ്യേണ്ടത്, നമ്മളോട് ആൾ വാങ്ങിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും വാങ്ങിക്കും കേട്ടാ. നമ്മൾ പാഴായി പോകുന്ന സാധനം ഒന്നല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അതുപോലെ നമ്മൾ പൊടി ഐറ്റംസോ മസാലപ്പൊടികളോ അങ്ങനെ ഒന്നല്ലല്ലോ. ഡേറ്റ് തീരുന്നുള്ള ഒരു പേടി വേണ്ട. പിന്നെ നമുക്ക് ഇതിനായിട്ടുള്ള ലൈസൻസോ കാര്യങ്ങളോ വേണ്ട. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള ലൈസൻസ് വേണം. അതുപോലെ അത് പഴകിപ്പോയി നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിന് അങ്ങനെയുള്ള ഒരു പേടിയും നമുക്ക് വേണ്ട. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, എന്തൊക്കെ ചെയ്യാൻ. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു എന്താ ചെയ്യാന്നുള്ളത്. ലാസ്റ്റ് ഞാൻ ഫസ്റ്റും കണ്ടെത്തിയതാണ്, ലാസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നതും ഈ ഒരു കാര്യമാണ് കേട്ടോ, നൈറ്റിയുടെ ബിസിനസ്. അതാകുമ്പോൾ നമ്മൾക്ക് ഒന്നും പേടിക്കാൻ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ. ഞാൻ ആദ്യം ചായപ്പൊടിയുടെ ബിസിനസ്സൊക്കെ തുടങ്ങാൻ തീരുമാനിച്ചതാണ്, വയനാട് നിന്നൊക്കെ എടുത്തിട്ട്. പക്ഷെ എനിക്കതിനൊരു പേടി, കാരണം നമുക്ക് ലൈസൻസ് വേണം, പിന്നെ അത് പാഴായിപ്പോയാൽ വാങ്ങിക്കില്ല ആൾ, നമ്മളതെങ്ങനെ ആൾക്കാർക്ക് സെയിൽ ചെയ്യും എന്നുള്ളൊരു പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് ഞാൻ നൈറ്റിയിൽ ഒടുക്കിയത്. അപ്പം വെറും നമുക്ക് 2000 രൂപ വെച്ച് നമുക്ക് നൈറ്റിയുടെ ബിസിനസ് തുടങ്ങാനായിട്ട് പറ്റും. സ്റ്റാർട്ട് ചെയ്യാൻ വെറും 2000 രൂപ മതി. അപ്പം അതിന് തന്നെ ഞാൻ തുടങ്ങിയ കാര്യം പറയാം. ഞാൻ എത്ര പൈസ കൊണ്ടാണ് തുടങ്ങിയത്. എൻ്റെ കയ്യിൽ 3000 രൂപ മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ട് സാധനം എടുത്ത് വന്നിട്ടാണ് ഞാൻ ആദ്യം തന്നെ സെയിൽ ചെയ്തത്. പിന്നെ നമ്മളൊരിക്കലും ആദ്യം തന്നെ ഇല്ലേ ഒരുപാട് ദൂരെയൊക്കെ സൂറത്തിലും ഗുജറാത്തിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എടുക്കുക. ബാംഗ്ലൂർ, കോയമ്പത്തൂർ ഇങ്ങനെയൊക്കെ പറയും ആൾക്കാർ നമ്മളോട് ഒരുപാട് പിന്നെ കാര്യങ്ങൾ പറയും കേട്ടോ. അവർക്ക് നമ്മൾ എത്ര പൈസ നമ്മളെ കയ്യിലുണ്ട്, നമ്മളെങ്ങനെ തുടങ്ങാനാണ് നമ്മളെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. അപ്പം നമ്മളൊരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫസ്റ്റ് തന്നെ ചിന്തിക്കരുത്. ആദ്യം നമ്മളടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോൾസെയിൽ കടയിൽ പോയിട്ട് കുറച്ച് സാധനം എടുക്കുക. വെറും ഒരു 2000 രൂപ മുടക്കി ഒരു 10 നൈറ്റി എടുക്കുക കേട്ടോ നിങ്ങൾ. ആദ്യം തന്നെ വേണ്ടത് അത് സ്റ്റിച്ചഡ് നൈറ്റി ആണെങ്കിൽ അത് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തയ്യൽ അറിയാമെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ച് കൊടുക്കുക. അത് നല്ല ലാഭമുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. നമ്മൾ തയ്ച്ച് കൊടുക്കുന്നതിന് പിന്നെ കൂടുതൽ കസ്റ്റമർ ഉണ്ടാവും. കാരണം നമ്മളോട് റെഡിമെയ്ഡ് സ്റ്റിച്ച്ഡ് നൈറ്റി വാങ്ങിക്കുന്നതിനേക്കാളും നമ്മൾ പിന്നെ തയ്ച്ച് കൊടുക്കുമ്പോൾ അത് കറക്റ്റ് അളവിൽ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ കൂടും. എനിക്ക് എന്തായാലും തയ്യൽ അറിയാം, പക്ഷെ ഞാൻ തയ്ച്ച് കൊടുക്കാറില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ല. എനിക്ക് ഞാൻ മുമ്പൊക്കെ ഒരു 2-3 വർഷം, ഒരു 4 വർഷത്തോളം കേട്ടോ നൈറ്റ് തയ്ക്കാനായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. കടയിൽ പോയിരുന്നിട്ട് നൈറ്റ് തയ്ച്ചു കൊടുത്ത ആളാണ്. പക്ഷെ ഇപ്പം എനിക്ക് പറ്റണില്ല, കാരണം വയ്യാതായതുകൊണ്ട് ഞാൻ അത് പിന്നെ എല്ലാ വ്ളോഗിലും പറഞ്ഞതാണ് എന്താ കാര്യം, എന്താ അസുഖം എന്നൊക്കെ ഉള്ളത്.
ഇപ്പം എനിക്ക് തയ്യൽ മെഷീനിൽ ചവിട്ടാനൊന്നും പറ്റില്ല. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഒരു നൈറ്റ് തയ്ച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് കിട്ടുക ആകെ 50-60 രൂപയാണ്. അതിനകത്ത് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിൽ 500 രൂപയാണ്. അതുകൊണ്ട് അതങ്ങ് അവിടെ നിർത്തി വെച്ചിട്ടാ ഞാൻ സ്റ്റിച്ചഡ് നൈറ്റിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി തയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ, തയ്ച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് മെറ്റീരിയൽ കുറേ എടുത്ത് ഒരു 10 എടുക്കുന്ന ഞാൻ 2000-ന് 10 നൈറ്റി എടുക്കുന്നിടത്ത് മെറ്റീരിയൽ ആകുമ്പോൾ ഒരു 15 എടുക്കാം നമുക്ക്. നൂലിന് വലിയ പൈസ ഒന്നും ഇല്ല അല്ലേ, സ്വന്തമായിട്ട് അറിയുന്നവർക്കാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അത് മാത്രമേ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ഇപ്പോൾ പാറ്റേണും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ നൈറ്റിയുടെ ആണോ ചുരിദാറിൻ്റെ ഏതിൻ്റെ വേണമെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ട്. അതും കൂടി നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ എന്തായാലും സ്റ്റിച്ചഡ് നൈറ്റിയാണ് എടുത്തിരുന്നത്. പക്ഷെ എനിക്ക് 10 ഞാൻ എടുത്തിട്ടില്ലേ, ഫസ്റ്റ് ദിവസം തന്നെ എൻ്റെ 4 സെയിലായി. പിന്നെ 6 അതേപോലെ വെച്ചിരുന്നു കേട്ടോ, കുറേ ദിവസങ്ങളോളം. നമ്മൾ വിചാരിക്കരുത് ഒരിക്കലും ഒന്ന് നമ്മൾ ഏത് കാര്യമായാലും ഏത് ബിസിനസ്സായാലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് തീരുന്നോ, അതാ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് വിറ്റ് തീരുന്നോ, നമ്മൾക്കത് ഒരുപാട് ഇരട്ടി ലാഭം കിട്ടുന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമുക്കൊരിക്കലും അത് കിട്ടില്ല. കാരണം ഒരുപക്ഷെ നഷ്ടം വരാം. ഒരുപക്ഷെ നമ്മൾ വാങ്ങിച്ച പൈസ നമ്മൾ യാത്ര ചെയ്തിട്ട് പോയതും നമ്മൾ സാധനം എടുത്തതിനും ബുദ്ധിമുട്ടിയതും, നമുക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഒരാളെ കൂട്ടി പോയി യാത്ര ചെയ്ത് പോയി വാങ്ങിച്ച് വന്ന ആ പൈസ നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മളത് നിർത്തരുത് കേട്ടോ. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞാൻ ഇത്രയും പൈസ മുടക്കിയിട്ട് പോയിട്ടൊന്നും ചിന്തിക്കരുത് നമ്മൾ. ഇനി നമ്മൾ 10 നൈറ്റ് എടുത്ത് ഒന്നേ പോയിട്ടുള്ളൂ, 9 എണ്ണാണെങ്കിലും നമ്മൾ ഉറച്ചൊരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ എന്തായാലും സക്സസ് ആവും, നമുക്ക് സക്സസ് ആയേ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വേണം. നമ്മൾക്ക് അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ് ആവും കേട്ടോ. ഇനി എനിക്കിത് പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചു നടന്നാലോ അത് പറ്റില്ല. കാരണം ഞാനും ഇടയ്ക്കൊക്കെ ചിന്തിച്ച് പോയതാണിത്, പറ്റുമോ ഇതെന്നുള്ളത്. പക്ഷേ എന്തോ നമ്മൾ പിന്നെ സംസാരിക്കുക ആൾക്കാരിൽ, പിന്നെ നല്ലൊരു എന്തെന്നാ ആദ്യം നമ്മൾ ചെയ്യേണ്ടതില്ലേ, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ഒരിക്കലും നമ്മൾ 2000 രൂപ കൊണ്ട് പോയിട്ട് 10 നൈറ്റി കിട്ടുന്നുണ്ടെങ്കിൽ 15 തരാം, 150 കിട്ടും, 145 കിട്ടും, ഒക്കെ ഉണ്ടാവും കേട്ടോ ഹോൾസെയിൽ കടയിൽ. പക്ഷെ ഒരിക്കലും നമ്മൾ ആ 145 150 എടുക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾ അട്ടപ്പാൽ എടുത്തു കഴിഞ്ഞാലും അവരോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇത് ഇത്രയും പൈസയുടെ നൈറ്റിയാണ്, നിങ്ങൾക്ക് ഇത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതൊരു 200 രൂപക്ക് അല്ലെങ്കിൽ 180 രൂപക്കൊക്കെ കൊടുക്കുക. അപ്പം നമ്മൾ പറഞ്ഞിട്ട് വേണം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള നൈറ്റി എടുക്കരുത് എന്നാണ് കേട്ടോ. നമ്മൾ അങ്ങനെയുള്ള ഡ്രസ്സ്, നൈറ്റി എന്നല്ല ഏത് ഡ്രസ്സായാലും എടുക്കരുത്. എപ്പോഴും ക്വാളിറ്റി ഉള്ളത് മാത്രം എടുത്തിട്ട് കൊടുക്കുക ആദ്യം. കാരണം കളറ് പോന്നു അല്ല സ്റ്റിച്ച് പിന്നിപ്പോന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളോട് നൈറ്റി വാങ്ങാൻ മടിക്കും. കാരണം പിന്നെ അവർ വേറെ ആളെ തെരഞ്ഞു പോകും. എവിടെ നിന്നാണോ അവർക്ക് നല്ലത് കിട്ടുന്നത്, അവരെന്തായാലും പൈസ കൊടുത്തിട്ടാണല്ലോ വാങ്ങിക്കുന്നത്, നല്ലത് കിട്ടുന്നത് അവിടത്തേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അത് നമ്മളായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരിടത്തും നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേ പോകുള്ളൂ അല്ലേ, വേറത്തേക്ക് നമ്മൾ പോകാനായിട്ട് നിൽക്കില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ആദ്യം തന്നെ ക്വാളിറ്റിയുള്ള സാധനം എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ, ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നല്ലൊരു മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് കാര്യങ്ങൾ അവരോട് സംസാരിക്കുക. ഇനിയിപ്പം പിന്നെ ആദ്യം തന്നെ നമ്മൾ 2000 രൂപക്ക് നൈറ്റി എടുത്തു വന്നിട്ട് 10 നൈറ്റി ഇത് എൻ്റെ പൈസ നമ്മളോട് നൈറ്റി ആൾക്കാർ വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ലേ, കടം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരും നമ്മളോട് നമുക്ക് വാങ്ങൂല എന്നല്ല, ആ പൈസ തൊട്ട് കിട്ടുകയും ചെയ്യില്ല. നമുക്ക് പിന്നെ നൈറ്റി വാങ്ങിക്കാൻ പോകാൻ പൈസ ഉണ്ടാവുകയും ചെയ്യില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ആ 2000 ഉറുപ്പ്യക്ക് വാങ്ങിയ നൈറ്റി കൊടുത്തിട്ട് അതിൻ്റെ പൈസ കൂടി കിട്ടിയിട്ട് വേണം ഒരു 10 നൈറ്റി എടുത്തത് നമ്മൾ 15 എടുക്കാനായിട്ട്. പിന്നെ നമ്മളത് 20 കൂട്ടി എടുത്തിട്ട് വേണം നമ്മൾ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എനിക്കതാണ് ഞാൻ നിങ്ങളോട് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് കേട്ടോ. ക്വാളിറ്റി നമ്മൾ കടം കൊടുക്കരുത് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുക്കുക. ഒരിക്കലും നമ്മൾ പൈസ ഇല്ലാതെ നമ്മൾ ആ 2000 രൂപയുടെയും കടം കൊടുത്തിട്ട് നൈറ്റിയും തീർന്നിട്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് വാങ്ങിക്കാൻ പോകും, അതുകൂടി നമ്മൾ ചിന്തിക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരുപാട് മുതൽ മുടക്കില്ല ഇതിന്, നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ പറ്റില്ല, വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇത്താനെ പോലെ, അപ്പം ഞാൻ എങ്ങനെ കച്ചവടം ചെയ്യുക, ഇത്താ ഓൺലൈനിലല്ലേ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന കൂട്ടുകാരുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റയും പിന്നെ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ യൂട്യൂബ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്കും പിന്നെ നമ്മൾ ഇൻസ്റ്റയൊന്നും യൂസ് ചെയ്യാറില്ല. നൈറ്റിയുടെ ബിസിനസ്സിനായിട്ട് ഞാൻ ഇത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇതൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങളെ റിലേറ്റീവിനോടും
പിന്നെ അതുപോലെ അയൽവക്കക്കാരോടും ഒക്കെ പറയാം. നിങ്ങൾക്ക് അറിയുന്ന കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും അവരോടൊക്കെ പറയുക, അവർക്കൊക്കെ കൊടുക്കുക, അവരവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞു അങ്ങനെ അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ എപ്പോഴും എല്ലാവർക്കും ഈ നടത്തുന്നവർക്കൊക്കെ ഓൺലൈൻ ബിസിനസ് ഒന്നല്ലല്ലോ, ചാനലില്ല, അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നല്ലല്ലോ നടത്തുന്നത്. പിന്നെ പിന്നെ നമ്മൾക്കത് ശരിയായിക്കോളും. പിന്നെ നിങ്ങൾക്ക് വേണേലും ധൈര്യമായിട്ട് തുടങ്ങാം കേട്ടോ. നമ്മൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് നമുക്ക് എൻക്വയറി വരും, നമുക്ക് ഒരുപാട് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അവർ ഒന്നോ രണ്ടോ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മളോട് കൂടുതൽ വാങ്ങിക്കും, അത് ഉറപ്പാണ്. പിന്നെ എന്താ പറയാ, ആദ്യം നിങ്ങൾ നൈറ്റി മാത്രം എടുക്കുക, ഇനിയിപ്പോൾ മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ എടുക്കുക, പിന്നെ സ്റ്റിച്ചഡ് ചെയ്യുക, പിന്നെ കൂട്ടി കൂട്ടി മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് മുതൽ മുടക്കൊന്നും ഇല്ലാന്ന് മനസ്സിലായില്ലേ? പിന്നെ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കല്ലേ. ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ലാഭം പ്രതീക്ഷിച്ചിട്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം ഒരു പക്ഷേ നഷ്ടം വരാം, അതിനകത്ത് ഒരു 3 4 നൈറ്റി ബാക്കി വരാം. അത് നമ്മൾ നമുക്ക് ഉപയോഗിക്കാന്നുള്ളൊരു കണ്ടീഷനിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പിന്നത്തെ ഒരു നൈറ്റി എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇത് കൂടി വെച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അല്ലാതെ ആ 3 4 വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇരിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ആ നൈറ്റിയും പോവില്ല, പിന്നെ വരുന്നതും പോവില്ല എന്നുള്ള ഒരു അവസ്ഥയിലാകും. കൂടിയാണ് പറഞ്ഞത്. നമ്മളൊരു 3 4 നൈറ്റി ബാക്കിയുള്ളത് പിന്നെ എടുക്കാതിരിക്കരുത്. എടുത്തു കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇത് കൂടി മടക്കി തിരികെ വെച്ചിട്ട് പറയാം. അപ്പോൾ അത് കൂടി നമ്മളെ നൈറ്റി പിന്നെ സെയിലായിട്ട് പോകും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോയത്, നിങ്ങൾ എങ്ങനെയാണ് നൈറ്റി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ മെറ്റീരിയൽ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് എങ്ങനെ ചെയ്യണം, എങ്ങനെ എടുക്കണം, ഏത് തുണി എടുക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. കാരണം ഒരുപാട് ലെങ്ത് കൂടിപ്പോവും. ഇപ്പം തന്നെ ഒരു 13 14 മിനിറ്റോളം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ് ഇത് കഴിഞ്ഞ ഉടനെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ ഹൈപ്പിൽ കൂടി ഒന്ന് അമർത്തേണ്ട, ഹൈപ്പ് കൂടി കൊടുക്കാൻ മറക്കല്ലേ. പിന്നെ പറഞ്ഞ് മാറിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും ഒന്ന് രക്ഷപ്പെടട്ടെ എന്നാണ്. നമ്മൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടാൽ മതി പോരല്ലോ, എല്ലാവരും രക്ഷപ്പെടണം. എല്ലാവർക്കും ഒരു ബിസിനസ് വേണം. പെണ്ണുങ്ങൾ സ്ത്രീകളായി കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമുക്ക് വരുമാനം ഉണ്ടാവണം. ഇപ്പോഴത്തെ കാലം അങ്ങനെ ഉണ്ടായേ പറ്റുള്ളൂ. ഹസ്ബൻഡ് മാത്രം പണിയെടുത്തതിനെ കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹസ്ബൻഡും വൈഫും പണിയെടുക്കണം. നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, എങ്കിലും എല്ലാത്തിനും നമ്മൾ അവരോട് ചോദിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ എന്താ, ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതാണ്. ബാക്കി ഡീറ്റെയിൽഡ് അല്ല, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടോ എത്രത്തോളം പറയാനുണ്ടെന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയട്ടോ അടുത്ത വീഡിയോയിൽ. പിന്നെ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളുടെ ഷെയറും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ പോലുള്ളവർക്കൊക്കെ ചെറിയ ചെറിയ ബിസിനസ്സുകാർക്കൊക്കെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. ഇത്രയേ ഉള്ളൂ ഇപ്പം പറയാനായിട്ട്. പിന്നെ പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.